നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാന്തിപുരത്ത് ബാർ ലൈസൻസ് അനുവദിക്കരുത്. മദ്യശാല കർമ്മസമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്ത്രീ സുരക്ഷയ്ക്കായി തളിക്കുളത്ത് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. കിഴുപ്പിള്ളിക്കരയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ശാന്തിപുരത്ത് ബാർ ലൈസൻസ് അനുവദിക്കുന്നതിന് സർക്കാർ ഉപാധിയായി വച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദ സർട്ടിഫിക്കറ്റ് അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് ശാന്തിപുരം മദ്യശാല വിരുദ്ധ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മദ്യശാലകൾ വേണ്ടേ വേണ്ട, മദ്യശാലകൾ വേണ്ടേ വേണ്ട, നാട് മുടിക്കും വീട് മുടിക്കും, നാട് മുടിക്കും വീട് മുടിക്കും, മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട, മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട, മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട, മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട, മദ്യ നിരോധനം സിന്ദാബാദ്, മദ്യ നിരോധനം സിന്ദാബാദ്. കഴിഞ്ഞ സർക്കാർ അനുമതി നിഷേധിച്ച ശാന്തിപുരം കല്ലട റെസിഡൻസി മദ്യശാലയ്ക്ക് വേണ്ടി UDF സർക്കാർ ഉത്തരവിറക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും സമരം തുടങ്ങുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിക്കൊപ്പം സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്കും വിധേയമായിരിക്കും അനുമതി എന്ന വ്യവസ്ഥയോടെയാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നതെന്ന് അറിയുന്നു. എന്നാൽ നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച താൽക്കാലിക ഉത്തരവിൽ നിലവിൽ എക്സൈസ് കമ്മീഷണർ ശുപാർശ ചെയ്ത മദ്യശാലകൾക്ക് അനുമതി നൽകാനും ശുപാർശ ചെയ്യാത്ത അപേക്ഷകൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ശാന്തിപുരം മദ്യശാലയ്ക്ക് എക്സൈസ് കമ്മീഷണർ അനുമതി നിഷേധിച്ചിരുന്നു. 2013 ജനുവരി 19 എക്സൈസ് കമ്മീഷണറിൽ നിന്നും വീണ്ടും ശുപാർശ വാങ്ങിയാണ് ശാന്തിപുരം ബാർ ഉൾപ്പെടെ മദ്യശാലകൾക്ക് വേണ്ടി എക്സൈസ് വകുപ്പ് കഴിഞ്ഞ ആഴ്ച ഓർഡർ ഇറക്കിയതെന്ന് ശാന്തിപുരം മദ്യശാല വിരുദ്ധ കർമ്മസമിതി ജനറൽ കൺവീനർ ഇസാബിൻ അബ്ദുൽ കരീം പറഞ്ഞു. ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ഈയിടെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് 2 ആഴ്ച തികയും മുമ്പാണ് സർക്കാർ ഓർഡർ ഇറക്കിയത്. നിലവിൽ ശ്രീനാരായണപുരം സെന്ററിലെ ബീവറേജ് ഷോപ്പ് അടപ്പിക്കുവാനും തൊട്ടടുത്ത പഞ്ചവടിയിൽ മദ്യശാല തുറക്കാതിരിക്കുവാനും ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ശാന്തിപുരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. TK ഇബ്രാഹിം ഹാജി, രാഗിണി, രജിത സുന്ദരൻ, ആനന്ദവല്ലി ടീച്ചർ, മജിദ് ചക്കാലക്കൽ, PA കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും വലപ്പാട് പോലീസ് സർക്കിളിന്റെയും ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ നടത്തി. തളിക്കുളം കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഇരിങ്ങാലക്കുട DYSP T ബിജു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. പീഡനങ്ങളുടെ മാത്രം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പോകരുത്. അതിനേക്കാളും ഉപയോഗിച്ച് നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും നമ്മൾ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരിക്കൽ കൂടി ഇവിടെ വന്ന സഹോദരികളുണ്ട്. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സന്തോഷ്, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, PM അബ്ദുൾ ജബ്ബാർ, ജീജ രാധാകൃഷ്ണൻ, ഷീബ പ്രമോദ്, സാമി പട്ടരപുരക്കൽ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ബീന രാജഗോപാൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വലപ്പാട് CI KT സലീൽ സ്വാഗതവും CPO T ജയകുമാർ നന്ദിയും പറഞ്ഞു. വരുന്ന പുരുഷന്മാര് വന്ന് അവരവിടെ ഇരുന്നോട്ടെ, അവരൊന്നും പുറകിലിരിക്കാനുള്ളവരല്ല, നമ്മൾ പുറകിലിരിക്കാനുള്ള ആളുകളാണ് എന്നൊരു ഉദാഹരണം. നമ്മൾ ഏത് ഫംഗ്ഷനൊക്കെ പോയിക്കോളും, അവിടെയൊക്കെ നമ്മൾ 2 സീറ്റൊക്കെ മാറ്റി നിർത്തിച്ച് ബാക്കിയുള്ള സീറ്റിലാണ് നമ്മൾ സ്ത്രീകൾ പൊതുവെ ഇരിക്കാറുള്ളത്. കാരണം നമ്മൾ 2ാം തരക്കാരാണ് ഇല്ലേ? ഈ ഒരു വിശ്വാസം നമ്മൾ ഓരോ
നമ്മൾക്ക് ഇങ്ങനെയുള്ള സ്ത്രീ സുരക്ഷാ സെമിനാറുകളും ഇങ്ങനെയുള്ള പീഡനങ്ങളും ചൂഷണങ്ങളും എക്കാലം സഹിക്കേണ്ടതായി വരുന്നുള്ളതാണ് സത്യം. ഇനി നമ്മളുടെ പോയി പങ്കുചേരില്ല, അടുത്ത തലമുറയെ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കയ്പമംഗലം ബ്ലോക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് യൂണിയന് കീഴിലുള്ള ജനശ്രീ സംഘങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 4000 ടിഷ്യൂ കൾച്ചർ വാഴകളാണ് ജനശ്രീയുടെ നേതൃത്വത്തിൽ വിവിധ ജനശ്രീ സംഘങ്ങൾ മുഖേന പരിപൂർണമായും ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത്. ജൈവവാഴ കൃഷിയുടെ ഉദ്ഘാടനം ടിഷ്യൂ കൾച്ചർ തൈകൾ നൽകിക്കൊണ്ട് ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ പി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ സംരംഭങ്ങൾ ജനശ്രീ സംഘങ്ങൾ മുഖേന നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഏകദേശം 10 ലക്ഷത്തോളം ജൈവ കൃഷിയിലൂടെയുള്ള വാഴ വിതരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലോക്ക് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 13 ബ്ലോക്ക് യൂണിയനിലുകൂടി ഇത്തരത്തിലുള്ള ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പൂർത്തിയായി. നമ്മുടെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നമ്മൾ ആദ്യമായി ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിതരണം ചെയ്യുന്നത് ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള ടിഷ്യൂ കൾച്ചർ വാഴ തൈകളാണ്. ബ്ലോക്ക് യൂണിയൻ സെക്രട്ടറി KV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ ഷാഹിദ കരീം, SN പുരം മണ്ഡലം സഭാ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നെല്ലിപ്പറമ്പിൽ, PK ഭാസ്കരൻ, ഗീത സതീശൻ, ഷീല വിശ്വംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ ഇന്റർവ്യൂവിനും ടെസ്റ്റിനും പോകുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാ ചെലവ് എന്ന പദ്ധതി വലപ്പാട് മായ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ MA ആവാസ് കുഞ്ഞാണ്ടി ചന്തു മകൾ സൂര്യയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ വികസനം ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ ഇന്ന് നാട്ടികയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ യജമാനന്മാരും ജനങ്ങൾ അവരുടെ സേവകരുമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി തിരഞ്ഞെടുക്കപ്പെട്ട അധികാരവർഗത്തിലുള്ള അധികാരവർഗം അല്ലെങ്കിൽ ആ വിഭാഗം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല. ഈ വീട്ടിലേക്ക് അനിൽ പുളിക്കനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എത്തിച്ചേർന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ MV വിമൽകുമാർ, അംഗങ്ങളായ C ശങ്കരനാരായണൻ, TK പ്രസാദ്, ശ്രീദേവി മാധവൻ, MK മോഹനൻ, ഉപദേശക സമിതി അംഗങ്ങളായ VD സന്ദീപ്, PM സിദ്ദിഖ്, PSP നസീർ, CS മണികണ്ഠൻ, KB ഹംസ, PB മനോജ്, KK ഷീജ, KK സലീം എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പുതുബാലൻ മകൾ ലക്ഷ്മി, വളപ്പിൽ രാജേഷ് ഭാര്യ വിജി എന്നിവർക്കും സഹായധനം നൽകി. സബ്സിഡി വിതരണം ബാങ്ക് വഴിയാക്കുന്ന നടപടി റദ്ദാക്കുക, APL BPL വ്യത്യാസമില്ലാതെ പൊതുവിതരണ സമ്പ്രദായം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പ്രവർത്തകർ ഒപ്പുശേഖരണം നടത്തി. KS മുഹമ്മദ് അധ്യക്ഷനായി. ET ടൈസൺ മാസ്റ്റർ, NA ഇസ്മായിൽ മാസ്റ്റർ, CM വേലായുധൻ, വൃന്ദ പ്രേംദാസ്, PV മോഹനൻ, VK രാമദാസ്, TP രഘുനാഥ്, KK കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന പ്രസംഗമൊന്നുമില്ല. ഈ സമയത്ത് വിശദീകരണ യോഗങ്ങളാണ് നടത്തുന്നത്. അതിൽ പ്രധാനമായി വിദ്യാലയത്തെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവ സംസ്ഥാനങ്ങൾ മാത്രമാണ് 2 രൂപയ്ക്ക് അരി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് എത്തുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇപ്പം നിലവിലുള്ള അരിയുടെ 36 രൂപ 25 രൂപ വരെ കൊടുത്ത് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് മറ്റു സംസ്ഥാനങ്ങളുള്ളത്. അവിടെയൊക്കെ ഈ പട്ടിണി നമ്മുടെ പ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വന്നതോടുകൂടി ഈ രാജ്യത്തുള്ള പട്ടിണിയുള്ള ഒരാൾ കാണില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറി കഴിഞ്ഞു. തളിക്കുളം കലാഞ്ഞിയിൽ കൊപ്രക്കൂട് കത്തിനശിച്ചു. കളപുരയ്ക്കൽ സന്തോഷിന്റെ കൊപ്രക്കൂടാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സന്തോഷിന്റെ സഹോദരൻ കൊപ്രക്കൂട് കത്തുന്നത് കണ്ട് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരും ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു.
ഇനിയൊരു ഇടവേള.